അപ്പോൾ നമുക്ക് മത്തങ്ങ പായസം ഉണ്ടാക്കാം. കഷ്ണങ്ങളാക്കിയ മത്തങ്ങ കുക്കറിലോട്ടിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം മതി അതിന് വേണ്ടിയിട്ട്. 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ട് ആണ് നമ്മൾ വേവിക്കുന്നത്. ഒരു വിസിൽ മതി കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഇത് മത്തങ്ങ വേകുന്ന സമയത്തോടൊപ്പം നമുക്കിതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. വളരെ എളുപ്പമാണ് കേട്ടോ. 10 മിനിറ്റ് മതി ഈ മത്തങ്ങ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും ബെനഫിറ്റായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനോട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് അവൽ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ള അവലാണ് എൻ്റെ കൈവശമുള്ളത്. വെള്ള അവൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നല്ല ഒരു ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതൊരു ഇളക്കി ചുവന്ന നിറമാകുന്ന വരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ അവൽ റെഡി ആയിട്ടുണ്ട്. കളർ മാറി. അപ്പം അവൽ എന്നിട്ട് വേറെ പാത്രത്തിലോട്ട് നമുക്ക് എടുത്തിട്ട് ഈ പാത്രത്തിൽ നമുക്ക് കശുവണ്ടി പരിപ്പും വറക്കാനെടുക്കാം. അവൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. മതി, ഒരു പാകം മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി കശുവണ്ടിയാണ് വറക്കേണ്ടത്. കശുവണ്ടി കുറച്ച് നെയ്ക്കകത്ത് വറക്കാം. നെയ്യില്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നെയ്ക്കകത്താകുമ്പോൾ രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കശുവണ്ടി പപ്പ് റെഡിയായി. അത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഇത് നനവുള്ളത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ സ്പൂൺ കൊണ്ട് ഞാൻ കോരിയെടുക്കുന്നത്. ഇച്ചിരി ഒരു നനവുള്ള ശർക്കരയായിരുന്നു. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ശർക്കര ഇട്ട് ഉരുക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അതിനുശേഷം നമുക്കത് അരിച്ച് ഈ മത്തങ്ങയിലോട്ട് ചേർക്കാൻ എളുപ്പമുണ്ട്. കരടെല്ലാം പോയി കിട്ടും. പിന്നെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. കണ്ടോ ഏകദേശം ഉരുക്കി. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഏലക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 5-8 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ച് എടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര അവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ മത്തങ്ങ ഒരു വിസിലടിച്ചത് കാറ്റും പോയി. അത് നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് എടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഉരുകിയ ശർക്കര നമുക്ക് അരിച്ചു കൊടുക്കാം. ഉണ്ടോ, നല്ല എളുപ്പത്തിലത് അരിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമുക്കിനി അടുത്തത് നമ്മുടെ അവലും കാഷ്യൂനട്ടും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവൽ 1-2 ഇളക്കുമ്പോഴത്തേക്കും അതും മയമാകും. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ മിൽക്ക് മെയ്ഡ് 1 സ്പൂണ് ചേർത്ത്. ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമില്ല. മിൽക്ക് മെയ്ഡ് നമുക്ക് കൈവശം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിലും രുചിയുണ്ട്. പിന്നെ നമുക്ക് ഒരു 1-1.5 സ്പൂൺ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്താൽ മതി കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കുക. കശുവണ്ടി പരിപ്പ് അവസാനം ഇട്ടേക്കാം. അതും കൂടി ഇട്ടാൽ എല്ലാ സാധനങ്ങളുമായി നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. സൂപ്പറാട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക.